Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khanis, zarda, etc., or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ലധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുറുക്കാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. മാർഷൽ ആർട്സിലെ ആദ്യത്തെ കായിക കലയാണ് കുങ്ഫു. അത് അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ചൈന. ഇത് മാർഷൽ ആർട്സിലെ കുങ്ഫു അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിന്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഷാവലിംഗ് ടെമ്പിളാണ്. ഇത് ബുദ്ധമതക്കാരുടെ ക്ഷേത്രവും കായികാഭ്യാസങ്ങൾ അഭ്യസിപ്പിക്കുന്ന കളരിയുമാണ്. ഈ അഭ്യാസമുറകൾ ഇവർക്ക് ആദ്യമായി അഭ്യസിപ്പിച്ചു കൊടുത്തതും ഈ ഷാവലിൻ ടെമ്പിൾ നിർമ്മിച്ചതും എന്നും ഇവർ ദൈവമായി സ്തുതിക്കുന്ന ഗുരുവാണ് പല്ലവ രാജാവിന്റെ 3ാമത് രാജകുമാരൻ ബോധിധർമ്മൻ, ഒരു തമിഴ്നാട്ടുകാരൻ. ഇത് പല്ലവ സാമ്രാജ്യത്തിന്റെ പാഠശാല. മനുഷ്യരെ കൊന്ന് നരബലി നടത്തുന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ വൃശ്ചികം, ഏകപാദം, കായിക അഭ്യാസങ്ങളോടൊപ്പം ഔഷധങ്ങളും തയ്യാറാക്കിയിരുന്നു. മാറാരോഗങ്ങൾ വരെ ഗുണപ്പെടുത്തുന്ന അത്ഭുതകരമായ ഔഷധമുറകൾ ഇവർക്ക് സുപരിചിതമാണ്. ഈ ഔഷധ കലകളിലും നിപുണനായിരുന്നു ബോധിധർമ്മൻ.